ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇന്ന് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 12ാമത്തെ ഡേ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. സൾഫ്യൂരിക് ആസിഡിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: 1. രാസവസ്തുക്കളുടെ രാജാവെന്നറിയപ്പെടുന്നു. 2. സമ്പർക്ക പ്രക്രിയയിലൂടെയാണ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കാൻ ജലത്തിലേക്ക് ആസിഡ് അല്പാൽപമായി ഒഴിക്കണം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്: രാസവസ്തുക്കളുടെ രാജാവാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കാൻ ജലത്തിലേക്ക് ആസിഡ് അല്പാൽപമായി ഒഴിക്കണം. രണ്ടാമത്തെ ചോദ്യം: മിക്ക ഡിറ്റർജൻറ്റുകളും ഡാഷിൻ്റെ ലവണങ്ങളാണ്. സൾഫോണിക് ആസിഡ്. മിക്ക ഡിറ്റർജൻറ്റുകളും ഡാഷിൻ്റെ ലവണങ്ങളാണ്. എന്തിൻ്റെയാണ്? സൾഫോണിക് ആസിഡ്. ഇനി പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 1. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ് ഒരു മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ് ഒരു മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ പി ബ്ലോക്കിലാണ്. 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ പി ബ്ലോക്കിലേതാണ്. 3 മുതൽ 12 വരെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഡി ബ്ലോക്കിലേതാണ്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ് ഒരു മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ ചേർത്ത് എന്ത് പറയാം? എസ് ബ്ലോക്ക്. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക്. 3 മുതൽ 12 വരെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഡി ബ്ലോക്കിലേതാണ്. അടുത്ത ചോദ്യം: ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾക്ക് തരംഗദൈർഘ്യം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്നുള്ള ശരിയായ ക്രമമാണ് നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്. പ്രകാശ മലിനീകരണത്തിൻ്റെ ദൂഷ്യങ്ങളിൽ പെടുന്നവയാണ്: 1. ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമം തകരാറിലാകുന്നു. ആകാശക്കാഴ്ച മറഞ്ഞ് വാനനിരീക്ഷണം അസാധ്യമാകുന്നു. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. പ്രകാശ മലിനീകരണത്തിൻ്റെ ദൂഷ്യങ്ങളിൽ പെടുന്നവയാണ്: ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമം തകരാറിലാകുന്നു. ആകാശക്കാഴ്ച മറഞ്ഞ് വാനനിരീക്ഷണം അസാധ്യമാക്കുന്നു. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. അടുത്ത ചോദ്യം: വാഹനങ്ങളിൽ പുക പരിശോധന നടത്തുന്നത് എന്തിന്? പുകയിൽ അനുവദിക്കപ്പെട്ടതിലും അധികം ഘടകങ്ങളുണ്ടോ എന്നറിയാൻ. വാഹനങ്ങളിൽ പുക പരിശോധന നടത്തുന്നത് എന്തിനാണ്? പുകയിൽ അനുവദിക്കപ്പെട്ടതിലും അധികം ഘടകങ്ങളുണ്ടോ എന്നറിയാൻ. വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവിലെ ഘടകമേത്? ഈസ്നോഫിൽ. വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവിലെ ഘടകമാണ് ഈസ്നോഫിൽ. ഏത് സാഹചര്യത്തിൽ നടത്തപ്പെടുന്ന വൈദ്യപരിശോധനയാണ് APTT? നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ. APTT എന്ന് വെച്ചാൽ A സ്മോൾ ലെറ്ററും PTT ക്യാപിറ്റൽ ലെറ്ററും ആണ്. ഏത് സാഹചര്യത്തിൽ നടത്തപ്പെടുന്ന വൈദ്യപരിശോധനയാണ് APTT? നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ. ആൻറ്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം മൂലമുള്ള പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ്: 1. രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു. 2. ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. 3. ശരീരത്തിലെ ചില വൈറ്റമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. ആൻറ്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം മൂലമുള്ള പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ്: 1. രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു. 2. ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. 3. ശരീരത്തിലെ ചില വൈറ്റമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സാകല്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സാകല്യം. ഇനി ശരിയായ പ്രസ്താവനകളാണ്: നോൺ നാർക്കോട്ടിക് വേദന സംഹാരികൾക്ക് ഉദാഹരണമാണ് ആസ്പിരിൻ. നോൺ നാർക്കോട്ടിക് വേദന സംഹാരികൾക്ക് ഉദാഹരണമാണ് ആസ്പിരിൻ.
സന്ധിവാതത്തിലെ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കാൻ ആസ്പിരിൻ ഉപയോഗിക്കുന്നു. സന്ധിവാതത്തിലെ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കാൻ ആസ്പിരിൻ ഉപയോഗിക്കുന്നു. ഹൃദയാഘാതം തടയാനും ആസ്പിരിൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നോൺ നാർക്കോട്ടിക് വേദന സംഹാരിക്ക് ഉദാഹരണമാണ് ആസ്പിരിൻ. സന്ധിവാതത്തിലെ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കാൻ ആസ്പിരിൻ ഉപയോഗിക്കുന്നു. ഹൃദയാഘാതം തടയാനും ആസ്പിരിൻ ഉപയോഗിക്കുന്നു. അടുത്തൊരു പ്രസ്താവനയാണ്, നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുന്നുള്ളൂ. അപ്പോൾ ഹബ്ബും സ്വിച്ചും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്. ഹബ്ബ് ആണെങ്കിൽ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുന്നുള്ളൂ. ഇനി ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ. ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ. ഇൻ്റർനെറ്റിൻ്റെ ഘടന, നയങ്ങൾ, ഇതര പൊതുവിഷയങ്ങൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന സംവിധാനമാണ് ദി ഇൻ്റർനെറ്റ് സൊസൈറ്റി. ഇൻ്റർനെറ്റിൻ്റെ ഘടന, നയങ്ങൾ, ഇതര പൊതുവിഷയങ്ങൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന സംവിധാനമാണ് ദി ഇൻ്റർനെറ്റ് സൊസൈറ്റി. ഏത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം. ഏത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം. ഇനി വിവിധ ദേശീയ സമരങ്ങളുടെ കാലത്ത് കേരളത്തിലുണ്ടായ സംഭവങ്ങളുമാണ് പറയുന്നത്. നിസ്സഹകരണ സമരം, അതേ സമയത്ത് കേരളത്തിലുണ്ടായത് എന്താണ്? മലബാർ കലാപം. നിസ്സഹകരണ സമരം, അതേ സമയത്ത് കേരളത്തിൽ മലബാർ കലാപം. ക്വിറ്റ് ഇന്ത്യ സമയത്ത് കേരളത്തിലുണ്ടായത് ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമയത്ത് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ നിസ്സഹകരണ സമരം ഇന്ത്യയിൽ, കേരളത്തിൽ മലബാർ കലാപം. ക്വിറ്റ് ഇന്ത്യ ഇന്ത്യയിൽ, കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ്. വിവിധ പരിഷ്കരണ നേതാക്കളും സ്ഥാപിച്ച പ്രസിദ്ധീകരണങ്ങളുമാണ് ചുവടെ പറയുന്നത്. രാജാറാം മോഹൻ റോയുടേതാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയുടേതാണ് സംവാദ് കൗമുദി. സ്വാമി വിവേകാനന്ദൻ്റേതാണ് പ്രബുദ്ധ ഭാരതം. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധീകരണമാണ് പ്രബുദ്ധ ഭാരതം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പ്രസിദ്ധീകരണമാണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പ്രസിദ്ധീകരണമാണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ രാജാറാം മോഹൻ റോയുടേതാണ് സംവാദ് കൗമുദി. സ്വാമി വിവേകാനന്ദൻ്റേതാണ് പ്രബുദ്ധ ഭാരതം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, യുവാക്കളെ സമരോത്സുകരാക്കാനായി ലാത്തി ക്ലബ്ബുകൾ, അഖരങ്ങൾ എന്നിവ ആരംഭിച്ചതാര്? ബാലഗംഗാധര തിലകൻ. യുവാക്കളെ സമരോത്സുകരാക്കാനായി ലാത്തി ക്ലബ്ബുകൾ, അഖരങ്ങൾ എന്നിവ ആരംഭിച്ചതാരാണ്? ബാലഗംഗാധര തിലകൻ. ബോവർ യുദ്ധം അരങ്ങേറിയ രാജ്യമേതാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് ബോവർ യുദ്ധം അരങ്ങേറിയത്. ഇനി ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ സമയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഒന്ന്, ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. മൂന്നാമത്തത്, ഇന്ത്യയുടെ വിസ്തീർണം 3.28 ദശലക്ഷം കിലോമീറ്ററാണ്. ഇന്ത്യയുടെ വിസ്തീർണം 3.28 ദശലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. 2, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. 3, ഇന്ത്യയുടെ വിസ്തീർണം 3.28 ദശലക്ഷം കിലോമീറ്ററാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഏതെല്ലാം? ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഏതെല്ലാമാണ്? ഗൾഫ് ഓഫ് മാന്നാറും പാക്ക് കടലിടുക്കും. ഒന്ന് ഗൾഫ് ഓഫ് മാന്നാർ, ഒന്ന് പാക്ക് കടലിടുക്ക്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് ഏതൊക്കെയാണ്? ഗൾഫ് ഓഫ് മാന്നാറും പാക്ക് കടലിടുക്കും. അടുത്ത ചോദ്യം, പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയ്ക്കുള്ള ഹിമാലയത്തിൻ്റെ ഉപവിഭാഗമാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം.
പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കുമിടയിലുള്ള ഹിമാലയത്തിൻ്റെ ഉപവിഭാഗമാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. കേരളത്തിലെ വിവിധ നദികളും പോഷക നദികളുമാണ് ഇനി പറയുന്നത്. പെരിയാറിൻ്റെ പോഷക നദിയാണ് പെരിഞ്ചാൻകുട്ടിയാറ്. പെരിയാറിൻ്റെ പോഷക നദിയാണ് പെരിഞ്ചാൻകുട്ടിയാറ്. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ചാലിയാറിൻ്റെയാണ് ഇരുവഞ്ഞിപ്പുഴ. ഇരുവഞ്ഞിപ്പുഴ ഏതിൻ്റെയാണ്? ചാലിയാർ. അപ്പോൾ കേരളത്തിലെ വിവിധ നദികളും പോഷക നദികളാണ് പറയുന്നത്. പെരിയാർ, പെരിഞ്ചാൻകുട്ടിയാറ്, ഭാരതപ്പുഴ, കണ്ണാടിപ്പുഴ, ചാലിയാർ, ഇരുവഴിഞ്ഞിപ്പുഴ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകളുടെ ഉൾപ്രദേശങ്ങളിലും സാധാരണ അനുഭവപ്പെടുന്ന മഴ ഏത്? സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകളുടെ ഉൾപ്രദേശങ്ങളിലും സാധാരണ അനുഭവപ്പെടുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിലെ നിയമനിർമ്മാണമാണ് അവശിഷ്ടാധികാരം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിലെ നിയമനിർമ്മാണമാണ് അവശിഷ്ടാധികാരം. 2. അവശിഷ്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിനാണ്. അവശിഷ്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണാധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. കേന്ദ്രത്തിന് അവശിഷ്ടാധികാരം എന്ന ആശയം കാനഡയിൽ നിന്നാണ് സ്വാംശീകരിച്ചത്. കേന്ദ്രത്തിന് അവശിഷ്ടാധികാരം എന്ന ആശയം കാനഡയിൽ നിന്നാണ് സ്വാംശീകരിച്ചത്. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിലെ നിയമനിർമ്മാണമാണ് അവശിഷ്ടാധികാരം. അവശിഷ്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിനാണ്. കേന്ദ്രത്തിന് അവശിഷ്ടാധികാരം എന്ന ആശയം കാനഡയിൽ നിന്നാണ് സ്വാംശീകരിച്ചത്. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായാംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നത് അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 104 ഭരണഘടനാ ഭേദഗതി. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായാംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്ന അവസാനിപ്പിച്ച ഭേദഗതി ഏതാണ്? 104 ഭരണഘടനാ ഭേദഗതി. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 2 തവണ വഹിച്ച ഏക വ്യക്തി ആര്? എം തമ്പിദുരൈ. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 2 തവണ വഹിച്ച ഏക വ്യക്തിയാണ് എം തമ്പിദുരൈ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 123. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 123. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക്? ലോക്സഭാ സ്പീക്കർക്ക്. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ലോക്സഭാ സ്പീക്കർക്ക്. ചുവടെ പറയുന്നവയിൽ ഏത് സംഘടനയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനമാണ് ദ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്? അത് ബ്രിക്സിൻ്റെ ആണ്. അപ്പോൾ ബ്രിക്സിൻ്റെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനമാണ് ദി ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ബ്രിക്സിൻ്റെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനമാണ് ദി ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. കേരളത്തിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സംരംഭത്തിന് ഉദാഹരണമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സംരംഭത്തിന് ഉദാഹരണമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ആരംഭിച്ച വർഷമാണ് 1975. ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച വർഷം ഏതാണ്? 1975. ഇനി ഇന്ത്യയിൽ നടപ്പാക്കിയ വിവിധ പഞ്ചവത്സര പദ്ധതികളും പ്രധാന ലക്ഷ്യങ്ങളുടെയും പട്ടികയാണ്. ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. ആറാം പദ്ധതിയിൽ പറയുന്നത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ആറാം പദ്ധതിയിൽ പറയുന്നത് എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പദ്ധതിയിൽ പറയുന്നത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന. ഏഴാം പദ്ധതിയിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന. എട്ടാം പദ്ധതിയിൽ മാനവശേഷി വികസനം. എട്ടാം പദ്ധതിയിൽ മാനവശേഷി വികസനം. ഒൻപതാം പദ്ധതിയിൽ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം. ഒൻപതാം പദ്ധതിയിൽ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ ആറാം പദ്ധതിയിൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പദ്ധതിയിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന. എട്ടാം പദ്ധതി മാനവശേഷി വികസനം. എട്ടാം പദ്ധതി മാനവശേഷി വികസനം. ഒൻപതാം പദ്ധതി ഗ്രാമീണ വികസനം. എട്ടാം പദ്ധതി മാനവശേഷി വികസനം. ഒൻപതാം പദ്ധതി എന്താണ്? ഗ്രാമീണ വികസനം. പിന്നെ വികേന്ദ്രീകൃത ആസൂത്രണം. അടുത്ത ചോദ്യം, മാനവ വികസന സൂചിക തയ്യാറാക്കാനുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ?
ഒന്ന് പ്രതിശീർഷ വരുമാനം, 2 സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും, 3 ആയുർദൈർഘ്യം. അപ്പോൾ മാനവ വികസന സൂചിക തയ്യാറാക്കാനുള്ള ഘടകങ്ങളാണ് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും, ആയുർദൈർഘ്യം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന വർഷം 1994 ഏപ്രിൽ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന വർഷമാണ് 1994 ഏപ്രിൽ. മലയാളത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളാണ് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ. അടുത്ത ചോദ്യം, മലയാളത്തിലെ എഴുത്തുകാരും അപരനാമങ്ങളുമാണ്. കേരള സ്കോട്ട് ആരാണ്? കേരള സ്കോട്ട് സി വി രാമൻപിള്ള. കേരള സ്കോട്ട് സി വി രാമൻപിള്ള. കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള. കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അപ്പോൾ കേരള സ്കോട്ട് സി വി രാമൻപിള്ള, കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള, കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ആദ്യത്തെ വ്യക്തിഗത മെഡൽ ലഭിച്ച കായിക ഇനം ഏത്? ഗുസ്തി. സ്വതന്ത്ര ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ആദ്യത്തെ വ്യക്തിഗത മെഡൽ ലഭിച്ച കായിക ഇനമാണ് ഗുസ്തി. കേരളത്തിൽ എവിടെയാണ് കൊളച്ചൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കൊളച്ചൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി അക്ഷയ പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല കമ്പ്യൂട്ടർ സാക്ഷരതാ പരിപാടി. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല കമ്പ്യൂട്ടർ സാക്ഷരതാ പരിപാടി. 2 ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള സംരംഭം. ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള സംരംഭം. അവസരങ്ങളുടെ ജാലകം എന്നതാണ് ആപ്തവാക്യം. അവസരങ്ങളുടെ ജാലകം എന്നതാണ് ആപ്തവാക്യം. അപ്പോൾ അക്ഷയ പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. 1 ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല കമ്പ്യൂട്ടർ സാക്ഷരതാ പരിപാടി. 2 ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള സംരംഭം. 3 അവസരങ്ങളുടെ ജാലകം എന്നതാണ് ആപ്തവാക്യം. അടുത്ത ചോദ്യം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമഗ്ര വിവരങ്ങളും വേതന വിതരണവും ക്രമീകരിച്ചിട്ടുള്ള സംവിധാനം ഏത്? സ്പാർക്ക്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമഗ്ര വിവരങ്ങളും വേതന വിതരണവും ക്രമീകരിച്ചിട്ടുള്ള സംവിധാനമാണ് സ്പാർക്ക്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ആര്? അഡീഷണൽ ചീഫ് സെക്രട്ടറി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊഴിൽ സംരംഭക ഗ്രൂപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കർമ്മസേന. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊഴിൽ സംരംഭക ഗ്രൂപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കർമ്മസേന. ഇനി ശരിയായ പ്രസ്താവനകളാണ്. രജിസ്ട്രേഷന് അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് ലഭിക്കും. രജിസ്ട്രേഷന് അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് ലഭിക്കും. അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടും. അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടും. പിന്നെ 5 കിലോമീറ്ററിനുള്ളിൽ ജോലി അല്ലെങ്കിൽ 10% അധിക കൂലി. ഇതൊക്കെയാണ് എന്ത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. 1 രജിസ്ട്രേഷൻ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് ലഭിക്കും. അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടും. 5 കിലോമീറ്ററിനുള്ളിൽ ജോലി അല്ലെങ്കിൽ 10% അധികം കൂലി. ഇതൊക്കെയാണ് എന്ത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവനകൾ. ഇനി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലുള്ള സ്ഥാപനങ്ങളാണ്. 1 ഭരണഘടന പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. 2 പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭകളുടെ നിയമം വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. 3 സർക്കാർ വിജ്ഞാപനം വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. 4 സർക്കാരിൽ നിന്ന് സഹായധനം ലഭിക്കുന്ന സംഘടനകൾ. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? 1 ഭരണഘടന പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. 2 പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭകളുടെ നിയമം വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. 3 സർക്കാർ വിജ്ഞാപനം വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. 4 സർക്കാരിൽ നിന്ന് സഹായധനം ലഭിക്കുന്ന സംഘടനകൾ. അടുത്ത ചോദ്യം,
വിവരാവകാശ നിയമത്തിൻ്റെ പട്ടിക 2ൻ്റെ ഉള്ളടക്കമെന്ത്? വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത സ്ഥാപനങ്ങൾ. വിവരാവകാശ നിയമത്തിൻ്റെ പട്ടിക 2ൽ എന്താണ് പറയുന്നത്? വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത സ്ഥാപനങ്ങൾ. സംസ്ഥാനങ്ങളിലെ പൊതുസേവകർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനമാണ് ലോകായുക്ത. സംസ്ഥാനങ്ങളിലെ പൊതുസേവകർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനമാണ് ലോകായുക്ത. ഏത് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുമുള്ളതാണ് CRPD? ഭിന്നശേഷിക്കാർ. ഏത് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുമുള്ളതാണ് CRPD? ഭിന്നശേഷിക്കാർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ വ്യക്തി ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകേണ്ടത് ആർക്ക്? ജില്ലാ മജിസ്ട്രേറ്റ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ വ്യക്തി ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകേണ്ടത് ആർക്കാണ്? ജില്ലാ മജിസ്ട്രേറ്റിനാണ്. 2024 ഭാരതരത്ന ജേതാക്കൾ ആരെല്ലാം? കർപ്പൂരി താക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന ജേതാക്കൾ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസിൽ ഏത് താരത്തോടൊപ്പമാണ് രോഹൻ ബൊപ്പണ്ണ ജേതാവായത്? മാത്യു എബ്ഡൺ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസിൽ ഏത് താരത്തോടൊപ്പമാണ് രോഹൻ ബൊപ്പണ്ണ ജേതാവായത്? മാത്യു എബ്ഡൺ. സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി പ്രോസസ്സർ ഏത്? കൈരളി AI. സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രോസസ്സറാണ് കൈരളി AI. പ്രധാനമന്ത്രി സൂര്യോദയ യോജനയുടെ ലക്ഷ്യമെന്ത്? 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുക. പ്രധാനമന്ത്രി സൂര്യോദയ യോജനയുടെ ലക്ഷ്യം എന്താണ്? 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുക. പശ്ചിമഘട്ട പ്രദേശത്ത് നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം ജീവിയാണ് സിഗരിറ്റിസ് മേഘമലയൻസിസ്? ചിത്രശലഭം. അപ്പോൾ ഏത് ജീവിയാണ് സിഗരിറ്റിസ് മേഘമലയൻസിസ്? ചിത്രശലഭം. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ? ജാർഖണ്ഡ്. ചമ്പൈ സോറൻ ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. തമിഴക വെട്രി കഴകം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന തമിഴ് സിനിമാ നടൻ ആരാണ്? വിജയ് ആണ്. തമിഴക വെട്രി കഴകം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന തമിഴ് സിനിമാ നടനാണ് വിജയ്. 2024 പ്രഥമ ബീച്ച് ഗെയിംസിൽ ജേതാക്കളാര്? മധ്യപ്രദേശ്. 2024 പ്രഥമ ബീച്ച് ഗെയിംസിൽ ജേതാക്കൾ ആരാണ്? മധ്യപ്രദേശ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? പാർബതി ബറുവ. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർബതി ബറുവ. അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരമാര്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരമാരാണ്? രോഹിത് ശർമ്മ. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അറിയപ്പെടുന്ന പേരെന്ത്? അടൽ സേതു. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അറിയപ്പെടുന്ന പേരെന്താണ്? അടൽ സേതു. 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം നേടിയതാര്? PR കുമാരകേരളവർമ്മ. 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം നേടിയത് PR കുമാരകേരളവർമ്മ. ഇന്ത്യയിലെ ഏത് വനിതാ നേതാവിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? ഇന്ത്യയിലെ ഏത് വനിതാ നേതാവിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? ബൃന്ദ കാരാട്ടിൻ്റെയാണ്. ബൃന്ദ കാരാട്ടിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കരുവണ്ണൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് കരുവണ്ണൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? കുമാരനാശാൻ. ഏത് മലയാള കവിയുടെ വിയോഗത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? കുമാരനാശാൻ. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്ലിം മൂൺ സ്നൈപ്പർ പേടകം ഏത് രാജ്യത്തിൻ്റേതാണ്? ജപ്പാൻ. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്ലിം മൂൺ സ്നൈപ്പർ പേടകം ജപ്പാൻ്റെയാണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളാര്? ഓസ്ട്രേലിയ. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളാരാണ്? ഓസ്ട്രേലിയ.
36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെ? കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് കാസർഗോഡ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 ഹരിവരാസനം അവാർഡ് നേടിയതാരാണ്? PK വീരമണിദാസൻ. 2024 ഹരിവരാസനം അവാർഡ് നേടിയത് PK വീരമണിദാസൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 12ാമത്തെ സെറ്റിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്